രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തുണ്ടെന്ന് സൂചന. ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ടു നൽകിയെന്നാണ് വിവരം. യുവതിക്കെതിരെ കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ആദ്യം കഴിഞ്ഞ 2 ദിവസമായി ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഹുൽ എവിടെ എന്നുള്ളത്. പക്ഷേ ഇന്നാണ് ഏറ്റവും അവസാനമായി തലസ്ഥാനത്തും രാഹുൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ രാഹുലിനെ കണ്ടെത്താനായുള്ള അന്വേഷണം ഊർജിതമാക്കുമ്പോഴാണ് തലസ്ഥാനത്ത് രാഹുൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അമ്പിളി, തീർച്ചയായും പാലക്കാട്ടേക്ക് രാഹുൽ ഉണ്ടായിരുന്നു. പാലക്കാട് തന്നെയായിരുന്നു. അതായത് രാഹുൽ ഒരു കാരണവശാലും കേരളം വിട്ട് പുറത്തു പോയിട്ടില്ല. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്ന ആ സമയത്തൊക്കെ തന്നെയും പാലക്കാട് സുരക്ഷിതനായി രാഹുലുണ്ട്. പാലക്കാട് രാഹുലിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ പിന്തുണയോടുകൂടി, സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ ഒളിവിൽ കഴിയുകയാണ്. പക്ഷേ രാഹുൽ അത് ഒളിവിലാണ് എന്ന് രാഹുലിൻ്റെ ബന്ധപ്പെട്ടവരൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. കാരണം തിരുവനന്തപുരത്താണ് ഈ കേസ് FIR ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ വക്കാലത്ത് ഒപ്പിടാനായി ഇന്നലെ വൈകിട്ടോടുകൂടി വഞ്ചിയൂർ കോടതി പരിസരത്ത് അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി അവിടെ ഒരു 1.5 മണിക്കൂറോളം സുഖമായി തന്നെ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളുമൊത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. നേരിട്ട് വക്കാലത്ത് ഒപ്പിട്ട് നൽകി. അത് മാത്രമല്ല, ഈ യുവതിക്കെതിരായ ചില രേഖകൾ ഉൾപ്പെടെയുള്ള പരാതികളും തെളിവുകളുമാണ് കോടതിയിൽ സമർപ്പിക്കാനായി അഭിഭാഷകനെ ഏൽപ്പിക്കുകയും ചെയ്തത്. അതായത് പോലീസ് രാഹുലിന് വേണ്ടി വല വീശി ഈ കേരളം മുഴുവനും സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വിദേശത്ത് കടക്കാതിരിക്കാനായി മുൻകരുതൽ എന്ന രീതിയിൽ ഈ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച് വലിയ രീതിയിൽ അന്വേഷണം ഊർജിതമാക്കുന്നുവെന്ന് എന്ന രീതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ വളരെ സുഗമമായി തലസ്ഥാനത്ത് തന്നെ, അതും ഏറ്റവും പ്രധാന ഇടത്ത് വഞ്ചിയൂർ കോടതി വളപ്പിൽ ആ അഭിഭാഷകന്റെ ഓഫീസിൽ അദ്ദേഹം നേരിട്ടെത്തുന്നു. അവിടെ ജാമ്യാപേക്ഷ ഒപ്പിട്ടൊക്കെ നൽകുന്നു. അതായത് താൻ ഒരിക്കലും ഒളിവിലല്ല, താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു രാഹുൽ ചെയ്തത്. അതേസമയം രാഹുൽ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നലെ തന്നെ കോടതി ഇത് പരിഗണിക്കുമെന്നാണ്. പക്ഷേ ഇന്നലെ പരിഗണിച്ചിരുന്നില്ല. എന്തായാലും ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് കരുതിയിരുന്നു. കാരണം ശനിയും ഞായറും കോടതി അവധിയാണ്. പക്ഷേ തിങ്കളാഴ്ചയും കോടതി എടുക്കുന്നില്ല. ഈ ഹർജി ബുധനാഴ്ച ഡിസംബർ 3 മാത്രമേ ഹർജി പരിഗണിക്കുകയുള്ളൂ. അതുവരെ ഒരുപക്ഷെ രാഹുൽ തൻ്റെ അറസ്റ്റ് തടയാനുള്ള നീക്കങ്ങളൊക്കെയാണ് രാഹുലും അഭിഭാഷകരൊക്കെ നടത്തുന്നത്. രാഹുൽ തിരിച്ച് പാലക്കാട് പോയിട്ടില്ല, തലസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം പോലീസ് അന്വേഷണമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ യുവതിയാകട്ടെ രാഹുലിനെതിരെ വളരെ ശക്തമായ തെളിവുകൾ അതിലേക്കാണ് വരുന്നത്. ഈ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക. നമുക്കറിയാം, ഈ യുവതിയുടെ രഹസ്യമൊഴിയിലൊക്കെ രാഹുലിന് കുരുക്കുമുറുകുന്ന തരത്തിലേക്കുള്ള മൊഴികളാണ് പുറത്തേക്ക് വന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ജാമ്യാപേക്ഷയോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളും രേഖകളും ഒക്കെ ഹാജരാക്കിക്കൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ജില്ലാ കോടതിയിൽ രാഹുൽ സമർപ്പിച്ചത് എന്നുള്ളതും കൂടി ഒരു കാര്യമുണ്ടല്ലോ. തീർച്ചയായും അമ്പലി, അതായത് ഈ പെൺകുട്ടി, ഈ യുവതി രാഹുലിനെ കുരുക്ക് മുറുകുന്ന രീതിയിൽ പ്രധാനമായി നൽകിയ തെളിവുകളെന്ന് പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു. താൻ ഭർത്താവ്, അതായത് താൻ വിവാഹിതയാണ്. പക്ഷെ ആ വിവാഹ ബന്ധം വളരെ നാൾ നീണ്ടു നിന്നില്ല. അതായത് 1 മാസം പോലും നീണ്ടു നിൽക്കാത്തൊരു വിവാഹമായിരുന്നു. 2024 ഓഗസ്റ്റിൽ താൻ വിവാഹിതയായി. പക്ഷേ വളരെ കുറച്ച് നാൾ, 1 മാസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപിരിഞ്ഞു. വിവാഹബന്ധം വേർപിരിഞ്ഞൊരു 5-6 മാസത്തിന് ശേഷമാണ് രാഹുലിനുമായി പരിചയപ്പെടുകയും പിന്നീട് തൻ്റെ നിസ്സഹായാവസ്ഥ, താൻ നേരിട്ട ഗാർഹിക പീഡനങ്ങൾ അടക്കം മാനസികമായി താൻ നേരിട്ട മനോവ്യഥ അടക്കം രാഹുലുമായി പങ്കുവയ്ക്കുന്നു. ആ സൗഹൃദ രാഹുൽ പരമാവധി മുതലെടുത്ത് തന്നെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് പരാതി. അവിടെയും കുരുക്ക് മുറുകാനുള്ള എവിഡൻറ്റുകൾ യുവതി നൽകിയിരുന്നു. അതായത് ഈ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവ പെൻഡ്രൈവിലാക്കിയാണ് യുവതി നൽകിയത്. പ്രധാനമായും ഉന്നയിക്കുന്നത് വിവാഹിതയാണ് എന്ന്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതിനുശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് കാരണം ആ കുഞ്ഞിനെ പ്രസവിക്കരുത്, ഗർഭഛിദ്രം നടത്തണമെന്ന് നിർബന്ധപൂർവ്വം പറയുകയും ഒരു സുഹൃത്ത് വഴി മരുന്ന് നൽകുകയും ചെയ്തു. അങ്ങനെ ഈ പ്രധാനപ്പെട്ടവ. 3ാമത്തെ വകുപ്പെന്ന് പറയുന്നത് തൻ്റെ നഗ്നചിത്രങ്ങൾ ചിത്രീകരിച്ചു, അത് കാട്ടി ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചു. തിരുവനന്തപുരത്ത് വെച്ചും പാലക്കാട് ഫ്ലാറ്റിൽ വെച്ചുമൊക്കെ തന്നെ പീഡിപ്പിച്ചു. ഈ സുഹൃത്ത് കൂട്ടിനുണ്ടായിരുന്നു. സുഹൃത്ത് വഴിയാണ് ഗുളിക നൽകിയത്. ജോബി തോമസ്, ആ സുഹൃത്ത് ഇപ്പോൾ കേസിൽ 2ാം പ്രതിയാണ്. പക്ഷേ ഇതിന് കൃത്യമായി എവിഡൻറ്റ് ഈ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയാണ് ഈ പെൺകുട്ടി നൽകിയത്. ഒപ്പം തന്നെയും ഈ മരുന്ന് രാഹുൽ നിർബന്ധിച്ച് കഴിപ്പിച്ച ആ മരുന്ന് കഴിച്ചതിന് ശേഷം തനിക്കുണ്ടായ അമിതമായ രക്തസ്രാവം, പിന്നീട് താൻ ശാരീരികമായി നേരിട്ട വേദനകളും യാതനകളുമൊക്കെ തെളിവായി ആ ഡോക്ടറിൻ്റെ കുറിപ്പ് സഹിതമാണ് ഈ പെൺകുട്ടി നൽകിയത്.
പക്ഷേ ഇതൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഈ രേഖകളൊക്കെ ഉറപ്പായും ഈ രേഖകളിലൂടെ മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നുവെന്നും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പെൺകുട്ടി ഭർത്താവുമൊത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ടുള്ള ചില രേഖകളൊക്കെയാണ്, ഫോട്ടോസ് ഉൾപ്പെടെയുള്ള രേഖകളാണ് പെൻഡ്രൈവിലാക്കി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ പെൺകുട്ടിയെ വിവാഹിതയാണെന്ന് തനിക്ക് അറിയാമായിരുന്നു, അതേസമയം ഇങ്ങോട്ട് വന്ന് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയാണ് ഇങ്ങോട്ട് തന്നോട് വന്ന് സൗഹൃദം സ്ഥാപിക്കുകയും ആ ബന്ധം മുതലെടുക്കുകയും ഒക്കെ ചെയ്തത് പെൺകുട്ടിയാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു. മാത്രമല്ല ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നതാണ് മറ്റൊരു കുരുക്കായി, പ്രധാന കുരുക്കായി രാഹുലിനുള്ളത്. അത് തെറ്റാണ് എന്ന് വാദിക്കുന്ന രേഖകളാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഈ രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ജാമ്യം കൃത്യമായി ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതേസമയം പെൺകുട്ടി നൽകിയിരിക്കുന്നത് ഇതിനേക്കാൾ കൃത്യമായ രേഖകളാണ്. കാരണം ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ വളരെ വ്യക്തമായി തന്നെയാണ്. ഈ മൊബൈൽ പോലും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ യുവതിയുടെ. അങ്ങനെ വരികയാണെങ്കിൽ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ബുധനാഴ്ച അറിയാനാകും രാഹുലിൻ്റെ ഭാവി ഏത് രീതിയിലാകും മുന്നോട്ട് പോവുക എന്ന്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തുണ്ടെന്നതാണ് സൂചന. ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട് എന്ന് പറയുന്നത്. യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളും രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ.